തിരുവനന്തപുരത്ത് വരുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് പിന്നിലുള്ള ഈ സ്ഥലം പത്രപ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ട ഇടമാണ്. ഹെവൻ ഓഫ് ജേർണലിസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പ്രസ് ക്ലബിൻ്റെ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ വലിയ വിവാദമായ വിഷയങ്ങളും ഒക്കെ നമ്മുടെ ഈ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറം പ്രസ് ക്ലബ്ബിൽ ഇപ്പോൾ തന്നെ പല സ്ഥാപനങ്ങളിലും പണിയെടുക്കുന്നവരുടെ ഒരു പഠനശാലയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രസ് ക്ലബ്ബ്. അപ്പോൾ എനിക്കൊപ്പം ഞങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ തിരുവനന്തപുരം ആർമിയെ ഞാനൊന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. പുതിയ തിരുവനന്തപുരം ടീമിൻ്റെ ആർമിയെ നയിക്കുന്നത് നമ്മൾ ടി വി പ്രസാദും അല്ലവീനും ഒക്കെ ചേർന്നാണ്. അതിനോടൊപ്പം വന്നിരിക്കുന്ന പുതിയ ആൾക്കാരെ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. ഇതാണ് നിങ്ങൾ പേരുകൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു താരമാണ് അഷിൻ ഡിയാഗോ. അഷിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ്. ഈ ഡിയാഗോ എവിടെ നിന്ന് വന്നു? ഡിയാഗോ കോളേജ് മുതൽ എനി കണക്ഷൻ വിത്ത് പോർച്ചുഗീസ്? ഒന്നുമില്ല. കവടിയാറാണ് വീട്. ആണ് അച്ഛന്റെ കൗതുകത്തിലിട്ടതാണോ? അത് ആക്ച്വലി എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ്. അത് ശരി. അപ്പൊ അച്ഛൻ ഇട്ട പേരല്ല? അപ്പൊ SSLC എന്താ പേര്? SSLC അഷിൻ KS എന്നാണ്. അഷിൻ KS. അതൊരു കൺട്രി പേരാണെന്ന് തോന്നിയത് കൊണ്ട് അഷിൻ ഡിയാഗോ. അങ്ങനെയല്ല, എന്നെ അല്ലേ? കൊള്ളാം അല്ലേ, അഷിൻ ഡിയാഗോ. ആ ഡിയാഗോ എന്ന വാക്കിന് എന്താ അങ്ങനെ വരാനുള്ള കാര്യം എന്താ? അത് ആക്ച്വലി ഒരു ക്യാരക്ടറാണ്, ഒരു സിനിമ ക്യാരക്ടറാണ്. ഏത് ഫിലിമിന്റെ? അത് ഐസേജിലൊക്കെ ഉള്ള ഒരു. അപ്പോൾ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അങ്ങനത്തെ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ആ സിനിമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഡിയാഗോ ആയി അല്ലേ? പേരിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥയാണ്? ഓക്കെ അഷിൻ, അഷിൻ സ്വദേശം എവിടെയാ? ഞാൻ ഇവിടെ തന്നെ തിരുവനന്തപുരം സ്വദേശിയാണ്. പഠിച്ചതൊക്കെ എവിടെയാ? AJ കോളേജ് തോന്നിക്കൽ. AJ കോളേജ് തോന്നിക്കൽ. അഷിൻ ഡിയാഗോയുടെ ഏറ്റവും ഒടുവിലത്തെ ലൈവ് ഞാൻ കണ്ടത് ബിജു രമേശിന്റെ അല്ലേ, അതായത് റെയിൽവേ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് മൈക്കൊക്കെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ബിജു രമേശ് ഒന്ന് ചൂടാവുന്നുണ്ട് അല്ലേ? അത് അവസാനം പുള്ളി ഒന്ന് ചെറുതായി ചൂടായപ്പോ ചെറിയ ടെൻഷൻ അടിച്ചു. ഇല്ല, എന്തിന് അല്ലേ? ഇതൊക്കെ എത്ര കണ്ടത്? ഞാനൊരു ഒന്നുമല്ല. ഓക്കെ. അപ്പൊ ബിജു രമേശിന്റെ ഒക്കെ ആ ലൈവായിട്ടുള്ള പ്രകടനം പ്രേക്ഷകർക്ക് എത്തിച്ചത് അഷിൻ ഡിയാഗോയാണ്. അപ്പൊ നമുക്കുള്ളത് അർച്ചനയാണ്. അർച്ചന മോഡൽ കൂടിയാണെന്ന് കേട്ടു. അങ്ങനെയൊന്നുമില്ല, നാട്ടുകാരൊക്കെ പറയുന്നതാ. അതെന്തോ സൗന്ദര്യം കൊണ്ടായിരിക്കും. അർച്ചന എവിടെയാ സ്വദേശം? ഞാൻ മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം കൊണ്ടോട്ടിയാണ്. പഠിച്ചതൊക്കെ? പഠിച്ചത് കോഴിക്കോട് പ്രസ് ക്ലബ്ബ്. കോഴിക്കോട് പ്രസ് ക്ലബ്ബാണ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് മറ്റേതെങ്കിലും ചാനൽ വർക്ക് ചെയ്തു? ഞാൻ അമൃത TVയിലായിരുന്നു, അതിനുശേഷമാണ് ഇവിടെ. ഓക്കെ. അപ്പൊ വളരെ ബോൾഡായ ചെറുപ്പക്കാരാണ് നമുക്കൊപ്പം ഉള്ളത്. നിലപാടുകളൊക്കെ ഉണ്ട് തീർച്ചയായും വിഷയത്തിലും. തീർച്ചയായും. ഏറ്റവും കൂടുതൽ എന്ത് പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ആണോ താല്പര്യം? സ്പോർട്സ് ആണോ? എന്റർടൈൻമെന്റ് ആണോ? പൊളിറ്റിക്കൽ ഒന്നും കൂടെ താല്പര്യമുള്ള വിഷയമാണ്. പൊളിറ്റിക്കൽ താല്പര്യം, രാഷ്ട്രീയമൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. മണ്ഡലത്തിൽ ആർക്കാ സാധ്യത? പറയരുത്, പറഞ്ഞാൽ. അഗ്ന എവിടെ വീട്? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? ബേബി മെമ്മോറിയലിന്റെ ഒക്കെ അടുത്ത്, ടൗണിൽ തന്നെയാണ്. അഗ്ന എന്ന് മാത്രമേ ഉള്ളൂ? അഗ്ന തൈക്കൂട്ടത്തിൽ. ഓക്കെ. അപ്പോൾ അഗ്ന പഠിച്ചതൊക്കെ കോഴിക്കോട് പ്രസ് ക്ലബ്ബിലാണോ അതോ ദേവഗിരി കോളേജിലാണ് പഠിച്ചത്? ജേർണലിസം ആയിരുന്നു? അതെ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചാനൽ സംരംഭമാണോ ഇത്? ആദ്യം കേരള വിഷനിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. റിപ്പോർട്ടൊക്കെ ചെയ്തു തുടങ്ങിയോ? ലൈവ് ഒക്കെ നിന്ന് തുടങ്ങിയോ? ഒരു തവണ ലൈവ് എന്നായിരുന്നു. ടെൻഷൻ അടിച്ചോ? ടെൻഷൻ അടിച്ചില്ല. ഇല്ല. ശരി. അപ്പൊ അഗ്നയുടെ പെർഫോമൻസ് കഴിഞ്ഞു? അതെ. ഡെബ്യൂ കഴിഞ്ഞു. ഗ്രേറ്റ്. അപ്പൊ വിഷ്ണുവാണ് നമുക്ക്. വിഷ്ണുവിന്റെ സ്വദേശം എവിടെയാ? മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം കരുവാരക്കുണ്ട്. മലപ്പുറത്തെ കരുവാരക്കുണ്ടാണ് ഒരു സ്ഥലമാണ് കരുവാരക്കുണ്ട് അല്ലേ? അപ്പോ മലപ്പുറത്തേക്ക് എന്താ ഒരു സാധ്യത? നല്ല കടുത്ത മത്സരമാണോ? കടുത്ത മത്സരം. എന്തായാലും പഠിച്ചതൊക്കെ എവിടെയാ വിഷ്ണു? കോഴിക്കോട് കെൽട്രോൺ സ്കൂൾ ഓഫ് ജേർണലിസം, ടെലിവിഷൻ ജേർണലിസം. അപ്പൊ ആദ്യത്തെ ടെലിവിഷൻ കേരള വിഷൻ ഉണ്ടായിരുന്നു മുന്നേ, പിന്നെ ഇപ്പോ. ഓക്കെ. എങ്ങനെയുണ്ട് പുതിയ ടീമിനോടൊപ്പം? അടിപൊളി. നല്ല സപ്പോർട്ടിംഗ്. ടി വി പ്രസാദ്, അല്ലമീൻ, ആദിൽ പാലോട്, പൊളി ടീമാണ്. നിൽക്കുമ്പോ തന്നെ ഒരു വൈബ് അടിക്കും അല്ലേ? അതിലെ സുഖമല്ലേ? അതിലൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതിൽ ഇന്ന് മുരളീധരനുമായിട്ട് സംസാരിച്ചു. നമുക്ക് ആ വാർത്ത നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം. അതിൽ ഉഷാറാണ്, ഹാപ്പിയാണ്. പലപ്പോഴും ചിലർക്ക് സംശയം തോന്നുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരേ ഫ്രെയിമിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം ചായ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഉണ്ടോ അങ്ങനെ? നേരത്തെ ഉണ്ടായിരുന്ന ഫോട്ടോയും കൂടെ അതാ വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു അതിൽ. അപ്പോൾ അല്ലമീൻ ഉണ്ട്, പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇവരാണ് ഇവിടുത്തെ സുഖങ്ങൾ. ഇപ്പം ഇവരെല്ലാവരും നമ്മുടെ ക്യാമറ. നിങ്ങൾ പേരൊന്നും വളരെ പെട്ടെന്ന് പറഞ്ഞു. എല്ലാവരുടെ പേര് എനിക്കറിയാം. ഓക്കെ. സബിൻ, ഗോപൻ, വിനയൻ രാജ്, സന്തോഷ്, വിഷ്ണു, ഷാലു, അഭിലാഷ്, വിനീത്, മുഹമ്മദ് അലി. അപ്പോൾ ഈ ടീമാണ് യഥാർത്ഥത്തിൽ ഇനിയുണ്ട് കേട്ടോ. ഒരു 30 പേരടങ്ങുന്ന ഒരു ടീമാണ് തിരുവനന്തപുരത്തെ റിപ്പോർട്ടറിൻ്റെ ടീം എന്ന് പറയുന്നത്. ഏറ്റവും ശക്തരായ, ഏറ്റവും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ നിൽക്കുന്ന കാര്യമാണ്. എന്ത് കാര്യത്തിലും അടിക്ക് പോയിരിക്കും. നമ്മൾ വാർത്തയൊക്കെ തത്സമയം പ്രേക്ഷകർക്ക് എത്തിച്ചിരിക്കും. ഓട്ടത്തിലാണ് അവർ. വളരെ എനർജറ്റിക്കായ ചെറുപ്പക്കാരെ നയിക്കുന്ന ഒരു സംഘമാണ് റിപ്പോർട്ടറിൻ്റെ തിരുവനന്തപുരം നമ്മളുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഹെഡ് ചെയ്യുന്നത് ടി വി പ്രസാദും അല്ലമീനും ഒക്കെയാണ്. അപ്പോൾ ആ വാർത്തകളൊക്കെ പ്രേക്ഷകർ